നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹൈക്കോടതിയെ തണുപ്പിക്കാൻ കടകംപള്ളിക്ക് മുൻപ് ഒരു അറസ്റ്റിന് വട്ടം കൂട്ടിയ പിണറായിക്ക് ഹൈക്കോടതിയിൽ നിന്ന് തല പിളരുന്ന അടി. ദേവസ്വം മുൻ മന്ത്രിയെ രക്ഷിക്കാൻ ഒരു ചാവേറിനെ സെറ്റാക്കിയിരുന്നു പിണറായി. എന്നാൽ എല്ലാ പദ്ധതിയും നെടുകെ കീറി കോടതി. നടൻ ജയറാമിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചന മുൻപുണ്ടായിരുന്നു. എന്നാൽ SIT നടത്തിയ അന്വേഷണത്തിൽ ജയറാമിനെ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ജയറാം അറസ്റ്റിലായിരുന്നുവെങ്കിൽ മാധ്യമങ്ങളിൽ ആ വാർത്ത നിറഞ്ഞേനെ. തൽക്കാലത്തേക്ക് CPM-ന് അതൊരാശ്വാസമാകുമായിരുന്നു. പക്ഷേ ഏറ്റില്ല. ജയറാമിനെ SIT ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ മറ്റുള്ളവരുമായോ ജയറാമിന് യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളുമില്ല എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കേവലം വിശ്വാസപരമായ ഇടപെടലുകൾ മാത്രമാണ് താരം നടത്തിയത്. കോടതിയിൽ മൊഴി നൽകാമെന്ന് ജയറാം സമ്മതിച്ചതോടെ കേസിലെ പ്രധാന സാക്ഷിയായി നടൻ മാറും. അങ്ങനെ ആ പ്രതീക്ഷയും മങ്ങി പാതാളക്കുഴിയിലേക്ക് CPM. അങ്ങനെ ലൊട്ടിലൊടുക്ക് അറസ്റ്റുകളൊന്നുമല്ല ഹൈക്കോടതി നോക്കിയിരിക്കുന്നത്. ഈ കേസിലെ വമ്പന്മാരുടെ അറസ്റ്റാണ്. എന്നാൽ SIT-യുടെ കൈ കെട്ടിയിട്ട് സർക്കാർ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല അറസ്റ്റുകളും വൈകുന്നത്. ദേവസ്വം ബോർഡിലെ ചില ഉന്നതരുടെ അറസ്റ്റ് ഇനിയും ബാക്കിയുണ്ട്. അതിലേക്കൊക്കെ SIT-ക്ക് കടക്കേണ്ടതുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടൊക്കെ സർക്കാർ ആ ഒരു നീക്കത്തിൽ നിന്ന് SIT-യെ പിന്നോട്ടേക്ക് വലിക്കുകയാണ്. പക്ഷേ ഇനി അധികം ഇങ്ങനെ സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നിൽക്കാൻ SIT-ക്ക് കഴിയില്ല. ഫെബ്രുവരി 15-ന് മുൻപ് കോടതിയിൽ എല്ലാം സമർപ്പിക്കേണ്ടി വരും. ഇനി സർക്കാരിന് മുന്നിലുള്ള ഒരേ ഒരു വഴി PS പ്രശാന്തിനെ ഇട്ടുകൊടുക്കുക എന്നത് മാത്രമാണ്. കടകംപള്ളിയുടെ അറസ്റ്റ് തടയാൻ കൈവിട്ട കളി കളിക്കേണ്ടി വരും. PS പ്രശാന്ത് AKG സെന്ററിൽ കയറിയിരുന്ന് കരച്ചിലാണ്. രക്ഷിച്ചേ മതിയാകൂ എന്നാണ് നിലവിട്ട് കരയുന്നത്. ബജറ്റ് അവതരണം കഴിഞ്ഞതോടെ SIT അറസ്റ്റിലേക്ക് കടക്കുകയാണ്. ഹൈക്കോടതി പറഞ്ഞ വമ്പന്മാരിലേക്ക് SIT ഇതുവരെ കടന്നിട്ടില്ല. ഭരണകൂടം അന്വേഷണ സംഘത്തെ ഇങ്ങനെ കയറിൽ പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. PS പ്രശാന്തിന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ SIT തീരുമാനിച്ചിരുന്നു. എന്നാൽ ബജറ്റ് കഴിഞ്ഞിട്ട് മതി ഈ അറസ്റ്റെന്ന് പിണറായി ഉത്തരവിട്ടു എന്നായിരുന്നു വിവരങ്ങൾ. കാരണം ബജറ്റ് പ്രശാന്തിന്റെ അറസ്റ്റിൽ മുങ്ങിപ്പോകരുത്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റ് അവതരണമായിരുന്നു KN ബാലഗോപാൽ നടത്തിയത്. അതായത് വാരിക്കോരിയാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങളൊക്കെ. ഈ സർക്കാർ സാധാരണക്കാർക്കൊപ്പമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനത്തെ ബജറ്റ്. അത് മാത്രമായിരിക്കണം ചാനലുകളിൽ നിറയേണ്ടത് എന്നുള്ള ഒരു കട്ടായം തീരുമാനം ഭരണകൂടത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് SIT-യുടെ അറസ്റ്റ് വൈകിപ്പിച്ചത്. ഇനിയിപ്പോൾ ബജറ്റ് കഴിഞ്ഞതോടെ എപ്പോൾ വേണമെങ്കിലും പ്രശാന്ത് അറസ്റ്റിലാകും. കടകംപള്ളിയെ തൽക്കാലത്തേക്ക് സേഫ് ആക്കാൻ ഇത് മാത്രമേ ഉള്ളൂ ഒരു വഴി. എന്നാൽ പ്രശാന്ത് അറസ്റ്റിലാകുന്നതും സർക്കാരിന് അത്ര നല്ലതൊന്നുമല്ല. കാരണം പ്രശാന്ത് അറസ്റ്റിലാകുമ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവനിലേക്ക് അന്വേഷണം കൊണ്ടുപോകേണ്ടി വരും. പക്ഷേ കടകംപള്ളിയെ രക്ഷിക്കാൻ മറ്റു വഴികളൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഈ നിലവിട്ട കൈ കളിച്ചത്. അറസ്റ്റ് പേടിയിൽ ക്ലിഫ് ഹൌസിൽ നിന്നിറങ്ങാതെ കടകംപള്ളി സുരേന്ദ്രനും കഴിയുകയാണ്. പിണറായി വിജയൻ എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കണമെന്നാണ് കരച്ചിൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏത് നിമിഷം വേണമെങ്കിലും കടകംപള്ളിയെ വിലങ്ങുവെക്കും. എന്തായാലും മുൻ മന്ത്രി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് ഏകദേശം വ്യക്തമാകുന്നു. ഫെബ്രുവരി 15-ന് മുൻപ് കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് SIT വ്യക്തമാക്കുന്നത്. ആ കുറ്റപത്രത്തിൽ കടകംപള്ളിയുടെയും മറ്റു ചിലരുടെയും പേരുകൾ എഴുതിയേ മതിയാകൂ. ഹൈക്കോടതിക്ക് മുന്നിൽ അന്വേഷണത്തിൽ വെള്ളം ചേർക്കാനാകില്ല SIT-ക്ക്. അതായത് കൃത്യമായി ഹൈക്കോടതിക്ക് അറിയാമായിരുന്നു ഈ അന്വേഷണവുമായി SIT മുൻപോട്ട് പോകുമ്പോൾ അന്വേഷണം അട്ടിമറിക്കാനും അന്വേഷണ സംഘത്തിനു മേലെ സമ്മർദ്ദം ചെലുത്താനും ഒരു കൂട്ടർ ഉണ്ടാകും ഭരണകൂടത്തിൽ നിന്ന് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും SIT ചില അറസ്റ്റുകൾ വൈകിപ്പിച്ചപ്പോൾ ആ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി വിമർശിച്ചത്. എന്തുകൊണ്ട് വമ്പന്മാരിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്ന് നിരന്തരം കോടതി ചോദിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു. അതായത് ഈ അന്വേഷണത്തിൽ വെള്ളം ചേർക്കാൻ ഒരുത്തനെയും അനുവദിക്കില്ല എന്നുള്ള കട്ടായം പ്രഖ്യാപനമായിരുന്നു ഹൈക്കോടതി നടത്തിയത്. ഇത് തന്നെയായിരുന്നു സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയത്. ഹൈക്കോടതിയുടെ കണ്ണ് വെട്ടിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ ജയറാമിൽ തട്ടി വീണിരിക്കുകയാണ് സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയറാം നിർണായക സാക്ഷിയാകും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ചെന്നൈയിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം എടുത്ത മൊഴിയിൽ സ്വർണ്ണപ്പാളികൾ തന്റെ വീട്ടിലെത്തിച്ചിരുന്നുവെന്ന് ജയറാം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ സന്നിധാനത്തിരിക്കേണ്ട സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കടത്തി എന്ന പോലീസിന്റെ കണ്ടെത്തൽ ശരിയാണെന്ന് തെളിയുകയാണ്. ജയറാമിനെതിരെ നിലവിൽ അന്വേഷണ സംഘം നടപടികളൊന്നും ആലോചിക്കുന്നില്ല എന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ 40 വർഷമായി ശബരിമല ദർശനം നടത്തുന്ന ജയറാമിന് അവിടെ വെച്ചുള്ള പരിചയമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്നത്. ശബരിമല ശ്രീകോവിലിലേക്ക്
പുതിയതായി നിർമ്മിച്ച സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ വീട്ടിൽ പൂജയ്ക്ക് വെച്ചാൽ വലിയ ഐശ്വര്യമുണ്ടാകുമെന്ന് പോറ്റി ജയറാമിനെ വിശ്വസിപ്പിച്ചു. ഇത് വിശ്വസിച്ചാണ് ജയറാം പൂജയ്ക്ക് തയ്യാറായത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണ്ണപ്പാളികൾ പൂജിച്ചപ്പോഴും കോട്ടയം ഇളംപള്ളി ക്ഷേത്രത്തിലെ ഘോഷയാത്രയിലും താൻ പങ്കെടുത്തതായി ജയറാം മൊഴി നൽകിയിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നുവെന്നും ജയറാം വ്യക്തമാക്കുന്നു. പാളികൾ പൂജിച്ച 3 ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ജയറാം സമ്മതിച്ചിട്ടുണ്ട്. പോറ്റി പലതവണ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും മൊഴി നൽകുകയും ചെയ്തു. നടൻ ജയറാം, ഗായകൻ വീരമണി തുടങ്ങിയവർ പൂജയിൽ പങ്കെടുത്തിട്ടുണ്ട്. 2019 ചെന്നൈയിൽ നടന്ന പൂജയുടെ ദൃശ്യങ്ങളും കേസിനിടെ പുറത്തു വന്നിരുന്നു. സംഭവം വിവാദമായതോടെയാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി തന്റെ വീട്ടിലെത്തിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ജയറാം പിന്നീട് പ്രതികരിച്ച് രംഗത്തേക്ക് വന്നത്. അയ്യപ്പന്റെ മുതൽ കട്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും ജയറാം അന്ന് പറഞ്ഞിരുന്നു. സ്വർണ്ണപ്പാളിയിൽ പൂജ നടത്താനായത് എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായാണ് കരുതിയതെന്നും ഇതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തിനും സഹകരിക്കുമെന്നും അന്ന് ജയറാം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ കേസിലെ പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ സ്വാഭാവിക ജാമ്യത്തിനായി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകും. റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഈ നീക്കം. താൻ ബോർഡിന്റെ തീരുമാനം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് സുധീഷ് കുമാറിന്റെ വാദം. കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉടൻ ജാമ്യാപേക്ഷ നൽകും. ജയറാമിന്റെ മൊഴി പുറത്തു വന്നതോടെ പോറ്റിയുടെ ജാമ്യ നീക്കങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തേക്ക് വരുന്നത്. ഏത് വിധേനയും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജയിലിനുള്ളിൽ തന്നെ തളയ്ക്കാനാണ് SIT നീക്കം നടത്തുന്നത്. കാരണം അത് ഭരണകൂടത്തിന്റെ കൂടി ആവശ്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തായാൽ പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൂക്കിക്കൊണ്ടുപോകും. അത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഈ ഒരു ഘട്ടത്തിൽ വേറെ ഏതെങ്കിലും ഒരു കേസിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അകത്ത് തന്നെ ഇടാനാണ് SITയുടെ നീക്കം. കേസിൽ പ്രതികളായവരുടെയും ആരോപണ വിധേയരായവരുടെയും മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കം 12 പേർക്ക് നോട്ടീസ് അയക്കാൻ നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് ED തിരക്കിട്ട നീക്കത്തിലേക്ക് കടക്കുന്നത്. കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിനാണ് ED ഒരുങ്ങുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിനും സാധ്യതയുണ്ട്. കടകംപള്ളിയെ 2 ആഴ്ച കഴിഞ്ഞേ ED ചോദ്യം ചെയ്യൂ. ഉണ്ണികൃഷ്ണൻ പോറ്റി, കർണാടകത്തിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരെയാകും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുക. സാക്ഷികൾക്ക് നൽകുന്ന സമൻസാകും കടകംപള്ളി സുരേന്ദ്രന് നൽകുക. പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് കടകംപള്ളി സുരേന്ദ്രനെയും വിളിച്ചു വരുത്തും. എന്നാൽ ചോദ്യം ചെയ്യാനുള്ളവരുടെ പട്ടികയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. രാജീവർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം ചുമത്തിയത് വിശ്വാസപരമായ കുറ്റങ്ങളാണ്. ഈ സാഹചര്യത്തിലാണ് EDയുടെ നീക്കം. ദൈവഹിതമില്ലാതെ കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പവും കൊണ്ടുപോകാൻ അനുമതി നൽകി എന്നതാണ് കുറ്റം. ഇതിനിടെ കേസുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ ED നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളിൽ വ്യക്തത തേടി പ്രതികൾക്കും സ്ഥാപനങ്ങൾക്കും ED നോട്ടീസ് അയച്ചു. ഈ നോട്ടീസുകൾക്ക് മറുപടി കിട്ടിയ ശേഷമാകും തുടർ നടപടികൾ. ശബരിമല സന്നിധാനത്തെ ശ്രീകോവിൽ കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിലും പതിച്ചിരുന്ന സ്വർണത്തിന്റെ തിരിമറി നടത്തി എന്നാണ് കേസ്. ഏകദേശം 4.54 കിലോ സ്വർണത്തിന്റെ കുറവുണ്ടായതായിട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 21 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. ഇതിൽ പിടിച്ചെടുത്ത രേഖകളിൽ വ്യക്തത വരുത്താൻ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നും സ്വർണം കടത്തിയതിലൂടെ ലഭിച്ച കള്ളപ്പണം എവിടെയൊക്കെ എത്തിയെന്നാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനമാണ് സ്വർണം പൊതിയുന്ന കരാർ ഏറ്റെടുത്തിരുന്നത്. ഇതിൽ വലിയ തോതിലുള്ള സ്വർണത്തിന്റെ കുറവുണ്ടായി എന്നും സാമ്പത്തിക തിരിമറി നടന്നു എന്നുമാണ് ആരോപണം. ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട കരാറിൽ നിന്ന് ലഭിച്ച പണം രാഷ്ട്രീയ ഉന്നതരിലേക്കും ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും എത്തിയെന്നാണ് പ്രധാന സംശയം. കടകംപള്ളി സുരേന്ദ്രന് പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ മന്ത്രിക്ക് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചത്. ദേവസ്വം വിജിലൻസും ക്രൈംബ്രാഞ്ചും നേരത്തെ ഈ കേസ് അന്വേഷിച്ചിരുന്നുവെങ്കിലും സ്വർണത്തിന്റെ അളവിൽ വന്ന കുറവ് സംബന്ധിച്ച കൃത്യമായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ കേന്ദ്ര ഏജൻസിയായ ED കേസ് ഏറ്റെടുത്തതോടെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നിഴലിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.